ആർത്രൈറ്റിസ്, സന്ധിവാതം, സ്പോണ്ടിലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? സൈഡ് എഫക്റ്റ് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ? 25 വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം MIHMS ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വാടാനാംകുരിശി മേൽപ്പാല നിർമ്മാണത്തിന് വേഗത കൈവന്നു. 10 ദിവസം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വാഹനയാത്രക്കാർ വലഞ്ഞു. വാടാനാംകുരിശി മേൽപ്പാലത്തിന് താഴെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള റിട്ടേണിംഗ് വാളിന്റെ നിർമ്മാണവും സർവീസ് റോഡ് നിർമ്മാണവുമാണ് നടത്തുന്നത്. 10 ദിവസം റോഡടച്ച് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി പാത താഴ്ത്തുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം സർവീസ് റോഡ് ഇന്റർലോക്ക് കട്ട വിരിച്ച് നവീകരിക്കും. 10 ദിവസം റോഡ് അടച്ചിടുന്നത് മൂലം പ്രദേശത്തെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതത്തിലായത്. വാരണാസി പാലത്തിൻ്റെ നവീകരണത്തിനനുബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. നിലവിൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള ബസ് സർവീസ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ് നടത്തുന്നത്. എത്ര കാലം കഴിഞ്ഞാലും പാലം പണി പൂർത്തിയാക്കില്ലെന്നാണ് ബസ് ഡ്രൈവർമാർ ആക്ഷേപമുന്നയിക്കുന്നത്. ഈ 10 ദിവസം പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇവർക്ക് ഇതാവില്ല, ചെയ്ത് തീരില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ അനുകൂലമല്ല. ഇപ്പോൾ ഒരു വെയിലുണ്ടെങ്കിൽ പിന്നെ പെയ്യണം മഴ നല്ല ശക്തിയിലാണ് പെയ്യുന്നത്. ആ സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 10 ദിവസം കൊണ്ടൊന്നും ഇത് തീരില്ല. ഈ 10 ദിവസം പറഞ്ഞ് 10 അല്ല, ഇനിയിപ്പോൾ ഒരു 20 ദിവസം നമ്മൾ വേണമെങ്കിൽ നിർത്തി കൊടുക്കാം. എന്നിട്ട് അത് ചീട് വൃത്തിയായി ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ 2 ദിവസം എല്ലാം മുടക്കിയിട്ട് ഇവിടെ വർക്ക് കിടന്നു. അത് അന്നത്തെ മഴയ്ക്ക് തന്നെ അത് പോയി. പിറ്റത്തെ ദിവസം രാവിലെ വരുമ്പോൾ വീണ്ടും കുഴികളാണ്. ഷൊർണൂർ മുതൽ പട്ടാമ്പി വരെ ഇതാണ് അവസ്ഥ. ആ കൽപ്പകയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വേണം. പറയുമ്പോൾ കിലോമീറ്റർ കുറച്ചുള്ളൂ. ചെറിയ വണ്ടികൾ അവർക്ക് പോകാൻ പറ്റില്ല. അടി തട്ടിയിട്ടും കാറിൻ്റെയൊക്കെ അടി തട്ടിയിട്ടും ബൈക്കുകൾ സ്കൂട്ടികൾ വീഴുക. നമ്മുടെ വലിയ ടയറാണെങ്കിലും കൂടി മുമ്പിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ വണ്ടി ചെന്നിട്ട് പുറത്ത് ആളെ ഇറക്കുക, സ്റ്റാൻഡ് കയറി ആളെടുക്കാൻ പറ്റാതെ തിരിച്ച് വരിക. കാര്യവണ്ടി ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ എത്തില്ല. അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രിപ്പ് എടുക്കണമെങ്കിൽ വണ്ടി ഇവിടെ എത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബസ്സുകളുടെ അവസ്ഥ. ഇതിലും ദുരിതമായിരിക്കും ചെറുവണ്ടിക്കാരുടെ കേട്ടോ. നമ്മൾ സ്ഥിരം പോണ വഴികളും കുഴികളും എവിടെ ഉണ്ടെന്നൊക്കെ അറിയുക കാരണം കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒഴിച്ചും പിടിച്ചും കൊണ്ടുപോകുന്നതുകൊണ്ട് കുറേയൊക്കെ സമാധാനമുണ്ട്. പരിചയമില്ലാണ്ട് വരുന്ന വണ്ടിക്കാർക്കാണ് ഇതിലേറെ ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് അവിടെ ലോറി മറിഞ്ഞു. കൊല്ലത്തുനിന്ന് വന്ന വണ്ടിയാണ്. ആ ഡ്രൈവർക്ക് അറിയില്ലേ വഴിയെക്കുറിച്ച്. ആ സാധനം പുലർച്ചെ 5 മണിക്ക് ഇവിടെ ഒന്ന് മറിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം 4 മണിക്കാണ് അതിനെ പൊക്കിയെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടത്. അതുവരയ്ക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് അങ്ങോട്ട് നീളും, ഇങ്ങോട്ട് ആ പരുത്തിപ്പുറ റോഡിൻ്റെ അപ്പുറം വരയ്ക്കും ബ്ലോക്കാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പ്രവർത്തനം ആരംഭിച്ച വാടാനാംകുരിശി മേൽപ്പാലം 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇതുമൂലം പ്രദേശത്തെ റോഡിലെ തകർച്ചയും ഗതാഗതക്കുരുക്കുമെല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നടന്നിരുന്നു. യാത്രാ ദുരിതം രൂക്ഷമായതോടെയാണ് ഇപ്പോൾ അധികൃതരുടെ ഇടപെടലിൽ വാടാനാംകുരിശി മേൽപ്പാല നിർമ്മാണത്തിന് വേഗത കൈവന്നത്. കിഫ്ബി വഴി 34 കോടി രൂപ ചെലവഴിച്ചാണ് വാടാനാംകുരിശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.